2 മാസം മുൻപ് തുടങ്ങിയ US-ഇറാൻ സംഘർഷത്തിന്റെ മൂലക്കല്ല് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കാണ്. ആണവ പദ്ധതിയും ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയുമൊക്കെ പ്രസക്തമാണോ എന്ന സംശയം പോലും ഉയരുന്നുണ്ട്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്നതുപോലെയായി ഇറാന് ഹോർമൂസ് കടലിടുക്ക്. യുദ്ധമെന്ന കളിക്കളത്തിൽ നിർബന്ധിച്ചിറക്കിയ ഇറാന്റെ കയ്യിലായി ഇപ്പോൾ പന്ത്. അത് വിട്ടുകൊടുത്താലല്ലേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങനെ എല്ലാ ശ്രദ്ധാകേന്ദ്രവും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തന്നെയായി. ഈ ഒരു കുപ്പിക്കഴുത്ത് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അച്ചുതണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നതായി ഇറാൻ പ്രഖ്യാപിച്ചുവെങ്കിലും ആശയക്കുഴപ്പം ഇപ്പോഴും മാറിയിട്ടില്ല. ഹോർമൂസ് തുറന്നതിന് പിന്നാലെ വീണ്ടും ഇറാനും അമേരിക്കയും വാക്പോര് തുടർന്നത് ഹോർമൂസിൽ വീണ്ടും ആശങ്ക പടർത്തിയിട്ടുമുണ്ട്. ഇറാൻ ഹോർമൂസിലെ ഉപരോധം നീക്കിയപ്പോഴും ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ US ഉപരോധം തുടരുന്നതും ട്രംപിന്റെ കള്ളപ്രസ്താവനകളും ഇറാൻ വീണ്ടും കടലിടുക്ക് അടച്ചിടുമോ എന്ന ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ട്രംപ് 1 മണിക്കൂറിനിടെ 7 കള്ളം പറഞ്ഞുവെന്നാണ് ഇതേക്കുറിച്ച് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞത്. പക്ഷേ ട്രംപ് പറഞ്ഞ കള്ളം എന്താണ് എന്ന് വ്യക്തമാക്കാൻ ഗാലിബാഫ് തയ്യാറായിട്ടുമില്ല. US ഹോർമൂസിൽ തുടരുന്ന ഉപരോധത്തിന്റെ ഫലമായി ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾക്ക് കടന്നുപോകാൻ ആകാതെ വരുമെന്നും ഗാലിബാഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ കടലിടുക്ക് തുറക്കുന്നതിനൊപ്പം US മേഖലയിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു എന്ന നിലയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇറാനിയൻ തീരം ലക്ഷ്യമിട്ടെത്തിയ 21 കപ്പലുകൾ ഇതുവരെ തിരിച്ചയച്ചുവെന്നാണ് US സേനയുടെ അവകാശവാദം. വെടിനിർത്തലെന്നും ചർച്ചകളെന്നും പറയുന്നതിനിടെ തന്നെ ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പും ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിൽ എത്തിയില്ല എങ്കിൽ സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ചർച്ച പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണി ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയുമാണ്. വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലെന്നും എന്നാൽ ഇറാനിലെ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം തുടരുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ഒരുപക്ഷേ ഞാൻ വെടിനിർത്തൽ നീട്ടില്ല, പക്ഷേ ഉപരോധം നിലനിൽക്കും. അതിനാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് വീണ്ടും ബോംബുകൾ വർഷിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഏപ്രിൽ പകുതി മുതൽ ഇറാനിലെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം US നാവികസേന തടയുന്നുണ്ട്. ഇറാൻ ഈ നടപടിയെ നിയമവിരുദ്ധമെന്നും പ്രകോപനപരമെന്നും വിളിച്ച് അപലപിച്ചിരുന്നു. ഉപരോധം തുടർന്നാൽ ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടയുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതും ആണവ കരാറുകൾ, ഉപരോധം നീക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെ ഭിന്നതകളുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത്. നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ നിലവിലെ വെടിനിർത്തൽ തകരുകയും മേഖലയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ചെയ്തേക്കാം. ഒരു കരാറിൽ എത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന സൈനിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിലും ലെബനനിലും ഇടയിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് വെടിനിർത്തൽ കാലാവധി വരെ തുറക്കാമെന്ന് സമ്മതിച്ചത്. ഈ സമയത്തും US ഉപരോധം അതേപടി തന്നെ തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ തീരുമാനം ഇറാനകത്ത് തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കി. ചില ഇറാനിയൻ മാധ്യമങ്ങളും വിദ്യാർത്ഥി സംഘടനകളും അടക്കം ഹോർമൂസ് പൂർണ്ണമായും വാണിജ്യ കപ്പലുകൾക്കായി തുറന്നു കൊടുക്കാനുള്ള വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ തീരുമാനത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ശത്രുവിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊടുക്കലാകും ഈ തീരുമാനമെന്നും അങ്ങനെ ശത്രുവിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നുമാണ് IRGCയുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളും സംഘടനകളും പ്രതികരിച്ചത്. ഹോർമൂസ് വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് യാത്ര പൂർണ്ണമായും അനുവദനീയമായിരിക്കുമെന്നാണ് അരാച്ചി ഇന്നലെ പറഞ്ഞിരുന്നത്. എന്നാൽ IRGCയുടെ പരിശോധനയ്ക്ക് ശേഷം അനുമതി ലഭിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ഹോർമൂസ് ഇപ്പോഴും കടക്കാനാകുന്നുള്ളൂ എന്ന് റിപ്പോർട്ടുകളുണ്ട്. കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ പിരിക്കുന്നുണ്ടോ എന്നും വ്യക്തമല്ല. അതാണ് ഹോർമൂസ് ഇപ്പോഴും തുറന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയത്തിന് ഇടവരുത്തുന്നത്. US ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നതിനെ അനുകൂലിക്കാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രമാണ് IRGC കടത്തിവിടുന്നുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഹോർമൂസ് തുറന്നതായി ഇറാൻ പ്രഖ്യാപിച്ച ശേഷം 8 കപ്പലുകൾ ഹോർമൂസ് കടന്നതായി പറയപ്പെടുന്നുണ്ട്. ഹോർമൂസിൽ കപ്പലുകൾക്ക് കെണിയായി സ്ഥാപിച്ചിരുന്ന മൈനുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചതായി ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഹോർമൂസിൽ US നാവിക ഉപരോധം ഇപ്പോഴും പിൻവലിച്ചതായി അറിവില്ല. 21 കപ്പലുകൾ ഇതുവരെ ഇറാൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാതെ തിരിച്ചയച്ചതായാണ് അമേരിക്കൻ സേനയുടെ അവകാശവാദം.
ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നതായും കപ്പലുകൾ കടന്നുപോകാൻ തയ്യാറാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ തന്നെ പ്രസ്താവന നടത്തിയിരുന്നു. ലോകത്തിന് ഏറ്റവും മികച്ചൊരു ദിവസം എന്ന് പ്രതികരിച്ചാണ് ട്രംപ് ഇറാന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് തുറക്കാൻ നടപടി സ്വീകരിച്ചത്. പക്ഷേ ഇറാന്റെ വെടിനിർത്തലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വെടിനിർത്തൽ തുടരാൻ സാധ്യതയില്ല എന്നും സൈനിക നടപടി തുടർന്നേക്കും എന്നുള്ള സൂചനകൾ അമേരിക്ക നൽകുന്നുണ്ട്. ഹോർമൂസ് ഉപരോധം അവസാനിക്കില്ല എന്നും വെടിനിർത്തൽ നീട്ടിയേക്കില്ല എന്നും ട്രംപ് പറഞ്ഞതാണ് രണ്ടാം റൗണ്ട് സമാധാന ചർച്ചകളുടെ നിലനിൽപ്പ് പോലും ഭീതിയിലാക്കുന്നത്. തിങ്കളാഴ്ച രണ്ടാം റൗണ്ട് സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബുധനാഴ്ചയ്ക്കകം അന്തിമ കരാറിൽ എത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ നീട്ടാൻ സാധ്യതയില്ല എന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നത് പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തും. അന്താരാഷ്ട്ര വ്യാപാര മേഖലയ്ക്കും ഇത് ആശ്വാസമാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ആഗോള വിപണിയിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല. ലോക എണ്ണ വിപണിയിലേക്കുള്ള എണ്ണ നീക്കത്തിന്റെ 20% ഹോർമൂസ് വഴിയായതിനാൽ ഇത് നിലച്ചത് ലോകമാകെ പെട്രോളിയം പ്രതിസന്ധി രൂക്ഷമാക്കി. ആഗോള എണ്ണ വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ചരക്കു നീക്കം തടസ്സപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു. എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളായ സൗദിയും UAE അടക്കം എണ്ണ കയറ്റുമതിക്ക് മാർഗമില്ലാതെ ദുരിതത്തിലായി. ഫെബ്രുവരി അവസാനത്തിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ ഹോർമൂസ് തുറക്കുന്നത്. അതും ലെബനനിൽ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രം. ഏത് വിധേനയും സമാധാന കരാറുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ട്രംപ് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. താൻ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് യുദ്ധം നീണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ. സമാധാന കരാറിലെ നിബന്ധനകളിൽ കടുംപിടുത്തമില്ല എന്നും ഡീൽ ഉടൻ ഒപ്പുവെക്കും എന്നുമുള്ള ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അതാണ്. പക്ഷേ ഇതെല്ലാം തകിടമറിച്ചുകൊണ്ടാണ് ഇന്ന് ട്രംപിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. ബുധനാഴ്ചയ്ക്കകം ഒരു തീരുമാനമായില്ല എങ്കിൽ വീണ്ടും ഇറാനിൽ ബോംബിടുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു അപായ സൂചനയാണോ? ഇനി പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.